ഇപ്പം എന്നോടൊപ്പം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീവരാഹ മുരുകൻ കഴിഞ്ഞ 35 വർഷക്കാലമായി കലാരംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു വലിയ അനുഗ്രഹീതനായ കലാകാരനാണ്. ഇപ്പോൾ തിരുവനന്തപുരം സംഘവേദി എന്ന് പറയുന്ന നാടൻപാട്ടിൻ്റെ അമരക്കാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മുരുക, നമ്മളൊരു 4-5 വർഷമായിട്ട് എല്ലാ ഓണം ആഘോഷിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഈ സമുദ്രതീരത്തിലാണ്, അല്ലേ? ശരിയല്ലേ? ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലയിടത്തും പരിപാടിക്ക് പോകുന്ന നമ്മൾ അടിച്ചു പൊളിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊന്നും ആരും ഒന്നും ഓണം ആഘോഷിക്കാറില്ല. കാരണം ഇവിടെ വരുന്നവർ പിന്നെ വീണ്ടും തിരിച്ചു വരും. അതാണ് നമ്മൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മുടെ താജ് നേരത്തെ പറയുന്നത് ഞാൻ കേട്ടാണ്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വിഷമാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വേദന, കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില ആർക്കും അറിയില്ല. ഈ ലോകത്തിൽ അമ്മയ്ക്ക് പകരം അമ്മ മാത്രം, അച്ഛന് പകരം അച്ഛൻ മാത്രം. അത് മനസ്സിലാക്കണം. അമ്മയ്ക്ക് പകരം അമ്മ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ. അച്ഛന് പകരം അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മ ഇല്ലെങ്കിൽ ഞാനും ശ്രീവരാഹ മുരുകൻ ഇത് കണ്ടുകൊണ്ടിരിക്കും നമ്മൾ ആരും ഈ ലോകത്ത് ജനിക്കുകയില്ല, അല്ലേ? വേറെ കാര്യമുണ്ട്, അമ്മയ്ക്ക് വിഷമം ഉണ്ടാകുന്നത് പോലെ വേറെ ആർക്കും ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ആയി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അമ്മയാണ്. നമുക്ക് വിഷമം തട്ടിയാൽ ചെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അമ്മയോടെ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിന്റെ വിഷമം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 12 വർഷമായി അമ്മ മരിച്ചിട്ട്, അച്ഛൻ മരിച്ചിട്ട് 16 വർഷം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരേ അവസ്ഥയിലാണ്. ഞങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മ ഇല്ലാത്തവരാണ്. അപ്പൊ അച്ഛനും അമ്മ ഇല്ലാത്തതിന്റെ ഒരു വിഷമം നമുക്ക് അവർ മരിച്ചു കഴിയുമ്പോൾ നമ്മളത് മനസ്സിലാക്കത്തുള്ളൂ. അപ്പൊ ഈ ഇവിടെ വന്ന അച്ഛനമ്മമാരോടൊപ്പം നമ്മൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം നല്ല നല്ല ഓർമ്മകൾ ഒക്കെ നമുക്കുണ്ടാകാൻ പറ്റും. എല്ലാവരും സമനില തെറ്റിയ ആളുകളുണ്ട്, മറവി രോഗമുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അവരോടൊപ്പം അല്പസമയം ചിരിയും കളിയും ചിന്തകളുമായി നിൽക്കുമ്പോൾ നമ്മൾ നമ്മൾ ആ ലോകത്തേക്ക് പോവുകയാണ്, അവരെ കൊണ്ടുപോവുകയാണ്. എന്നോടിപ്പോ ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു അമ്മ പറഞ്ഞ, എൻ്റെ മോൻ വരുമോ മോനെ എന്ന് ചോദിച്ചു. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മൾ കേട്ടുമ്പോൾ കണ്ണ് നിറയുകയാണ്. അപ്പോൾ സമുദ്രതീരത്തിൽ ഇപ്പോൾ ഒരു കെട്ടിടം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇത്രയും അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നതിനായിട്ട് ഈ ഇത്രയും ഒരു സ്ഥാപനത്തിലേക്ക് പറ്റുന്നതുകൊണ്ട് വലിയൊരു സ്ഥാപനം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ, സന്നദ്ധ സംഘടനകൾ, അഭ്യുദയകാംക്ഷികൾ, പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. സമുദ്രതീരത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസിലൊക്കെ ഇട്ട് തരും. നിങ്ങൾ ചെയ്യുമ്പോൾ സ്ഥാപനം വന്ന് കാണുക, കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ട ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ വരണം. സമുദ്രതീരത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ വരണം. വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവും. അഹങ്കാരം നിൽക്കും. അഹങ്കാരം. നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയാം, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ദിവസം ചെന്നവന് മനസ്സിലാവും ഈ മനുഷ്യൻ കിടന്ന അഹങ്കാരത്തിന്റെ RCC ചെലവോ എന്ന് പറയുന്ന പോലെ സമുദ്രതീരത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാവും നമ്മളൊരു 50 വർഷം കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ വരുന്നത്. അപ്പം അഹങ്കരിക്കുന്നതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമുക്കിപ്പം ആഹാരമുണ്ട്, നല്ല വസ്ത്രം ഉണ്ടാക്കിയ ശരിയുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ കാലം കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയും. അതിന് നമുക്ക് സമുദ്രതീരത്തിൽ ഈ ഇവിടെ വന്ന് ശ്രീവരാഹ മുരുക ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പം എൻ്റെ ആണെങ്കിലും ശ്രീവരാഹ മുരുകൻ്റെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരും ഒരുപാട് ചിന്തിക്കുന്നത്. ഒറ്റപ്പെടൽ. ഇപ്പം എൻ്റെ അമ്മയാണ് ആദ്യം മരിച്ചത്. എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ഒരൊറ്റപ്പെടൽ. ഞാൻ അപ്പോഴത്തേക്കും ഏകാന്തത, അച്ഛന് വലുതായിട്ട് സംസാരിക്കുന്നില്ല, അച്ഛൻ്റെ ക്യാരക്ടറൊക്കെ മാറുന്നു. അപ്പം ഞാൻ എപ്പോഴും അച്ഛനെ കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ പോകുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അത് എന്താ പറയുക, അത് ഒറ്റപ്പെടൽ. നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വേദന നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഞാനാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ വേദന മനസ്സിലാക്കത്തുള്ളൂ ജീവിതത്തിൽ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കല്ലുവാതിക്കൽ സമുദ്രതീരം എന്ന് പറയുന്ന കൊല്ലം ബേസ് കിടക്കുന്ന ഈ മെയിൻ റോഡിൽ ഈ സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും വരണം.